കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് സന്തോഷത്തോടും സമാധാനത്തോടുമായിരിക്കുന്നു ഞാൻ കർത്താവിൽ പരിപൂർണമായി വിശ്വസിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ആഴ്ചയിലെ സന്ദേശത്തിലേക്ക് കടക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിന് വേണ്ടി പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം ഒരിക്കൽ കൂടെ പറയട്ടെ. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം. അപ്പോൾ അവർ ഇസ്രായേലേ, ഇത് നിന്നെ മിസ്രൈം ദേശത്തുനിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമാകുന്നു. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 32-ാം അധ്യായത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം വേദപുസ്തകം പഠിക്കുന്ന ഓരോരുത്തർക്കും വളരെ വ്യക്തമാണ്. നമുക്കറിയാം, വർഷങ്ങളോളം മിസ്രൈം ദേശത്ത് അടിമകളായി ജീവിച്ചു കൊണ്ടിരുന്ന ഇസ്രായേൽ ജനം അവരുടെ നിലവിളി, കഷ്ടത, കണ്ണുനീരെ ദൈവം കണ്ട് കേട്ട് മോശ മുഖാന്തരം അവർക്ക് മിസ്രൈം ദേശത്തു നിന്നും ഒരു വലിയ വിടുതൽ സംഭവിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. വാഗ്ദത്ത ദേശമാകിയ പാലും തേനും ഒഴുകുന്ന ദേശത്തിലേക്ക് ദൈവം അവരെ വിളിച്ചു വേർതിരിക്കുവാനായിട്ടിടയായി തീർന്നു. അവർ മിസ്രൈം ദേശത്തു നിന്നും യാത്ര പുറപ്പെട്ടു. പല അതിശയങ്ങളും കാണുവാനായിട്ടിടയായി തീർന്നു. ദൈവം തന്നെ തൻ്റെ ദൂതന്മാരെ അയച്ച് അവർക്ക് മുൻപടയും പിൻപടയുമായി കൂടെ ഇരുന്ന് മേഘസ്തംഭമായി, അഗ്നിസ്തംഭമായി കർത്താവിൻ്റെ സാന്നിധ്യം അവരോട് കൂടെ ഇരുന്നു. ദൈവം അവരെ വഴി നടത്തി. അങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനയെ എഴുതി വാങ്ങുവാനായി മോശ ദൈവത്തിൻ്റെ പർവ്വതമായ സീനായി പർവ്വതത്തിലേക്ക് കയറുകയും അവിടെ ദൈവവുമായി മോശ 40 നാള് 40 പകലും രാവും ദൈവത്തോടു കൂടെ ആയിരിക്കുകയും ദൈവകൽപ്പനകൾ പ്രാപിക്കുകയും ഇടയായി തീർന്ന സംഭവമെല്ലാം നമുക്ക് പുറപ്പാട് പുസ്തകം 31-ൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 32-ലേക്ക് വന്നപ്പോൾ അവരെ വഴി നടത്തിയ മോശ, അവർക്ക് മുൻപിൽ നിന്ന മോശ താൻ സീനായി പർവ്വതത്തിലേക്ക് കയറുകയും മോശയെ കാണാതെ വന്നപ്പോൾ അതിൻ്റെ 32-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ, എന്നാൽ മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ താമസിക്കുന്നു എന്ന് ജനം കണ്ടപ്പോൾ അവർ അഹരോൻ്റെ അടുക്കൽ വന്നുകൂടി അവനോട്, നീ എഴുന്നേറ്റ് ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരിക. മോശ വരുവാൻ താമസമായപ്പോൾ മോശ ദൈവത്തോടു കൂടെ ആയിരുന്നു എന്ന് നമുക്കറിയാം. കൽപ്പനകൾ വാങ്ങിക്കുവാനായിട്ട് ദൈവത്തോടു കൂടെ മോശ ആയിരുന്നു. മോശ വരുവാൻ താമസമായതുകൊണ്ട് ജനമെല്ലാം അഹരോനോട് പറയുകയാണ്, ഞങ്ങൾക്ക് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരിക. ജനത്തിൻ്റെ വാക്കുകൾ നിമിത്തമായി അഹരോൻ അവർക്ക് ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി അവർക്ക് കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞ വാക്കാണ് നമ്മൾ 4-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തിൽ. ഹല്ലേലൂയ. ഇത് നിന്നെ മിസ്രൈം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമാകുന്നു. ഇത് നിന്നെ മിസ്രൈം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന ദൈവമാകുന്നു എന്ന് പറഞ്ഞ് അവർ ഉണ്ടാക്കിയ കാളക്കുട്ടിയെ, ദൈവത്തെ ആരാധിക്കുന്ന സംഭവം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഈ വേദഭാഗം വായിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ച ഒരു കാര്യം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, മിസ്രൈം ദേശത്ത് അടിമകളായി ജീവിച്ചു കൊണ്ടിരുന്ന ഇസ്രായേൽ ജനം അവിടുത്തെ കഷ്ടത നിമിത്തമായി, വേദന നിമിത്തമായി അവരുടെ നിലവിളിയും കണ്ണുനീരും ദൈവം കണ്ടു കേട്ട് അവരെ മിസ്രൈം ദേശത്തു നിന്ന് വിടിവിക്കുവാനായിട്ടിടയായിത്തീർന്നു. മോശ മുഖാന്തരം അവരെ മിസ്രൈമിൽ നിന്നും
യാത്ര പുറപ്പെട്ടു. അനേക അത്ഭുതങ്ങൾ, അടയാളങ്ങൾ അവർ കാണുവാനായിട്ടിടയായി തീർന്നു. ദൈവം അവരെ വഴി നടത്തി. നാം ആ ഭാഗം ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു ഭാഗം, ഈ ജനം മിസ്രൈമിൽ നിന്നും വിടുവിക്കപ്പെട്ടു എങ്കിലും എന്നെ ചിന്തിപ്പിച്ച, എന്നെ പഠിപ്പിച്ച ഒരു കാര്യം മാത്രം നിങ്ങളോട് അറിയിക്കുവാനായിട്ടാണ് ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുന്നത്. സംഭവം, അവർ മിസ്രൈം ദേശത്തു നിന്നും വിടുവിക്കപ്പെട്ടു. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കണ്ടു. ചെങ്കടൽ രണ്ടായി പിളക്കുന്നത് അവർ കാണുവാനായിട്ടിടയായി തീർന്നു. മന്ന ഭക്ഷിച്ചു, വെള്ളം കിട്ടി. അവരിൽ ആർക്കും ഒരു കുറവുമില്ലാതെ ദൈവം അവരെ വഴി നടത്തി. എങ്കിൽ തന്നെയും അവരിൽ ദൈവാശ്രയ ബോധം കാണുവാനായിട്ടിടയായി തീർന്നില്ല. ദൈവത്തിലുള്ള ആശ്രയം ഈ ജനങ്ങളിലുള്ളിൽ കാണുവാനായിട്ട് കഴിഞ്ഞില്ല. അവർക്കൊരു പ്രശ്നം വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ, മോശ ദൈവത്തിൻ്റെ മുൻപാകെ വീണ് കിടന്ന് പ്രാർത്ഥിക്കുകയും ദൈവമേ, ഇത് നിന്റെ ജനം, അവരെ കൈവിടരുതെന്ന് പറയുകയും അവർക്ക് വേണ്ടി ദൈവത്തോട് യാചിക്കുകയും ചെയ്യുന്ന ഒരു മോശയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. കുടിക്കുവാൻ വെള്ളമില്ലാതെ വന്നപ്പോൾ മോശ കരഞ്ഞു, മോശ പ്രാർത്ഥിച്ചു. ദൈവം പാറയെ പിളർന്നു അവർക്ക് വെള്ളം കൊടുത്തു. ഭക്ഷിപ്പാൻ ആഹാരമില്ലെന്ന് പറഞ്ഞപ്പോൾ മോശ ദൈവത്തോട് കരഞ്ഞു, അപേക്ഷിച്ചു. അവർക്ക് ദൈവം ദൂതന്മാരുടെ ഭക്ഷണമാകിയ മന്ന വർഷിപ്പിച്ചു കൊടുത്തു. ഇറച്ചിയിലെന്ന് പറഞ്ഞപ്പോൾ മോശ പ്രാർത്ഥിച്ചു. ദൈവം മരുഭൂമിയിൽ മേശയൊരുക്കി അവർക്ക് കാടപക്ഷിയെ ഭക്ഷിപ്പാനായിട്ട് കൊടുത്തു. ഇവിടെയെല്ലാം നമുക്ക് കാണുവാൻ കഴിയുന്നത്, പ്രതിസന്ധികളുടെ മധ്യത്തിൽ ഇസ്രായേൽ ജനങ്ങൾക്ക് ഒരു പ്രതിസന്ധി കടന്നു വരുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ മോശയാണ് ഇടിവിൽ നിൽക്കുന്നത്, മോശയാണ് പ്രാർത്ഥിക്കുന്നത്, കരയുന്നത്. പക്ഷെ ജനങ്ങൾക്ക് ദൈവമായുള്ളൊരു ബന്ധം, ഒരു ദൈവാശ്രയ ബോധം അവരിലേക്ക് കടന്നു വരും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. അവർ ചോദിക്കുകയാണ്, പലപ്പോഴും അവർ ദൈവത്തെ പരീക്ഷിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടു. ഞങ്ങൾക്ക് കുടിക്കുവാൻ വെള്ളം ലഭിക്കുമോ? ഞങ്ങൾക്ക് മാംസം, ഇറച്ചി ലഭിക്കുമോ? ഞങ്ങൾക്ക് ഇവിടെ ഭക്ഷിപ്പാൻ ദൈവത്തിൻ്റെ മേശ ഒരുക്കുവാൻ കഴിയുമോ? അങ്ങനെ ദൈവത്തെ പരീക്ഷിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ജനം മാറ്റപ്പെടുവാനായിട്ടിടയായി തീർന്നു. ദൈവ ആശ്രയ ബോധം അല്ലെങ്കിൽ ദൈവത്തിലുള്ള ആശ്രയം ജനങ്ങൾക്ക് ഇല്ലാതെ പോയി. അതുകൊണ്ടാണ് അവർ മോശയെ കാണാതെയായപ്പോൾ അവർ പറയുന്നത്, ഞങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കി തരിക, ഞങ്ങളെ വഴി നടത്തുവാൻ, ഞങ്ങൾക്ക് മുൻപിൽ നിൽക്കുവാൻ ഒരു ദൈവത്തെ ഉണ്ടാക്കി തരിക. അപ്പോൾ ഇതുവരെയും അവരെ വഴി നടത്തിയ ദൈവത്തെ അവർ മറന്നു കളഞ്ഞു. കാരണം ദൈവാശ്രയ ബോധം അവർക്കില്ലായിരുന്നു, ദൈവത്തിലുള്ള ഒരാശ്രയം അവർക്കില്ലായിരുന്നു. അവരുടെ പ്രശ്നത്തിന് മോശമുണ്ടായിരുന്നു. മോശ ദൈവത്തോട് പ്രാർത്ഥിക്കും, ഇവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കും. പിന്നെയും പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ മോശ ദൈവസന്നിധി നെടുമ്പാട് വീണ് കരയും, ഇവർക്ക് പ്രശ്നം പരിഹാരം ലഭിക്കും. പക്ഷേ ഇവരും ദൈവമായിട്ടുള്ള ബന്ധം അത് വഷളായിപ്പോയി. ദൈവത്തിലുള്ളൊരു ആശ്രയമില്ലാതെ ഈ ജനം മുൻപോട്ട് കടന്നുപോയി. അതിൻ്റെ പശ്ചാത്തലത്തിൽ സംഭവിച്ചതാണ് ഒരു കാളക്കുട്ടി. കാളക്കുട്ടിയെ അവർ ആരാധിക്കാൻ തുടങ്ങി. ഇതാണ് നിന്നെ മിസ്രൈമിൽ നിന്നും കൊണ്ടുവന്ന ദൈവമെന്ന് പറഞ്ഞ് അവർ അതിനെ ആരാധിക്കുവാനായിട്ട് തുടങ്ങി. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ, ഒരു ദൈവത്തിലുള്ള ആശ്രയം, സ്തോത്രം, നിന്നെ ഇത്രയും നാൾ വഴി നടത്തിയ, നിന്നെ ഇത്രയും നാൾ സംരക്ഷിച്ച, നിൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിച്ച ആ ദൈവത്തിലുള്ള ഒരു ആശ്രയം നിൻ്റെ ജീവിതത്തിൽ വളർന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളെ പോലെ ഒരു പ്രതിസന്ധി കടന്നു വരുമ്പോൾ, ഒരു പ്രശ്നം കടന്നു വരുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ നിൽക്കുവാൻ കഴിയാതെ വണ്ണം ഭാരപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, ദൈവാശ്രയ ബോധം, ദൈവത്തിലുള്ള ഒരു ആശ്രയം തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാകണം. സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, 112 സങ്കീർത്തനത്തിൽ, മനുഷ്യൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുക, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുക. നിന്റെ ആത്മീക ജീവിതത്തിൽ, നിന്റെ വിശ്വാസ ജീവിതത്തിൽ ദൈവാശ്രയ ബോധം, ദൈവത്തിലുള്ള ആശ്രയത്തിൽ
വളരുവാൻ ഇടയായിത്തീരണം. ഹല്ലേലൂയ. നീയും ദൈവമായ ഒരു ബന്ധം, എപ്പോഴും നീയും ദൈവമായിട്ടുള്ള ഒരു ഐക്യത നിൻ്റെ ജീവിതത്തിൽ തുടർന്നു വരുന്നില്ലെങ്കിൽ ഇതുപോലെ പല ദൈവങ്ങളെയും ഉണ്ടാക്കി തരുവാൻ ആവശ്യപ്പെടും. ഹല്ലേലൂയ. കാണുന്നതെല്ലാം നിനക്ക് ദൈവമായി മാറും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇസ്രായേൽ മക്കൾക്ക് സംഭവിച്ചത് എന്താണ്? അവർ പറയുകയാണ്, ഇതാണ് നിങ്ങളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന ദൈവം. സത്യത്തിൽ അതാണോ ദൈവം? അല്ല. ചെങ്കടലിനെ ഉണ്ടായി പിരിക്കുകയും അതിലൂടെ വഴി നടത്തുകയും അവരുടെ ആവശ്യങ്ങളൊക്കെയും ദൈവം നിവർത്തിച്ചു കൊടുക്കുകയും പാറയെ പിളർന്ന് വെള്ളത്തെ കൊടുക്കുകയും മന്നയെ വർഷിപ്പിച്ചു കൊടുക്കുകയും കാടപക്ഷിയെ കൊടുക്കുകയും ചെയ്ത ദൈവം ഒരു നിമിഷത്തിൽ അവർ പറയുകയാണ്, ഞങ്ങൾക്ക് മുന്നടക്കുവാൻ ദൈവത്തെ ഉണ്ടാക്കി തരിക. എത്രത്തോളം അധംപതിച്ചു പോയി എന്നുള്ളത് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ആ ഭാഗം വായിക്കുമ്പോൾ വളരെ വേദനജനകമാണ്. ദൈവത്തിൻ്റെ ഹൃദയത്തിന് വന്നൊരു വേദന. നിങ്ങൾ ശ്രദ്ധിക്കണമേ, ഇതാണ് നിങ്ങളെ കൊണ്ടുവന്ന ദൈവം എന്ന് പറയുമ്പോൾ ഇത്രയും നാൾ വഴി നടത്തിയ ദൈവം എത്രമാത്രം വേദനിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം. ഈ ആഴ്ചയിൽ സന്ദേശമായി നിങ്ങളോട് എനിക്ക് അറിയിക്കാനുള്ള ഒരു ലഘുവായ സന്ദേശം, ദൈവാശ്രയ ബോധത്തിൽ വളരുക. നീയും ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം, ഒരു ഐക്യം, ഒരു ആശ്രയം എപ്പോഴും നമുക്കുണ്ടാകണം. ഏത് പ്രതിസന്ധി മധ്യത്തിലും നീയും ദൈവവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം അത് കൂട്ടി ഉറപ്പിക്കുന്നുവെങ്കിൽ ഏത് സാഹചര്യത്തിലും ഈ ദൈവത്തെ മറന്നു പോകുവാനിട വരികയില്ല. ഏത് സാഹചര്യം വന്നാലും ദൈവാശ്രയ ബോധം നിന്നിൽ എപ്പോഴും ഉണ്ടായിരിക്കും. ഒരിക്കലും നിൻ്റെ വായ കൊണ്ട് പ്രൈസിൽ വേറെ ഒരു വാക്ക് പറയുവാനിട വരികയില്ല. അതുകൊണ്ട് ഈ ആഴ്ചയിലെ സന്ദേശമായി നിങ്ങളോട് അറിയിപ്പാണ് ദൈവത്തിൻ്റെ ആലോചന. നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുക. മനുഷ്യരിൽ ആശ്രയിക്കരുത്. ഞങ്ങൾക്ക് മോശയുണ്ട്, ഞങ്ങൾക്ക് അഹരോനുണ്ട്, ഞങ്ങൾക്ക് അവരുണ്ട്, ഇവരുണ്ട് നീ പറയരുത്. സ്തോത്രം. ഒരിക്കലും ദൈവത്തിൻ്റെ സ്ഥാനത്തല്ല മോശ, ഒരിക്കലും ദൈവത്തിൻ്റെ സ്ഥാനത്തല്ല അഹരോൻ. അവരെല്ലാം മനുഷ്യരാണ്. ദൈവത്തിലുള്ള ആശ്രയത്തിൽ നീ വളരുക. ഹല്ലേലൂയ. ഒരു പക്ഷേ നിനക്ക് വഴികൾ കാണിച്ചു തരുന്നതും നിന്നെ നല്ല മാർഗത്തിലൂടെ നടത്തിയത് ഒരു പക്ഷേ അവരായിരിക്കാം. പക്ഷെ അവരല്ല നിൻ്റെ ആശ്രയമായിരിക്കേണ്ടത്. നിൻ്റെ ആശ്രയം ദൈവമായിരിക്കട്ടെ. നിന്നെ വിളിച്ചു വേർതിരിച്ച, നിന്നെ ഇത്രയും നാൾ ഇത്രയും വർഷം നിന്നെ വഴി നടത്തിയ, അനേക അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും വഴി നടത്തിയ ഈ ദൈവത്തിലുള്ള ആശ്രയം കൂട്ടി ഉറപ്പിക്കുക. ഏത് പ്രതിസന്ധി സമയത്തും മനുഷ്യനല്ല നീ ആശ്രയിക്കേണ്ടത്, ദൈവത്തിൽ ആശ്രയിക്കുന്നുവെങ്കിൽ നിൻ്റെ ജീവിതം വളരെ ലഘുവായി മുൻപോട്ട് പോകുവാനായിട്ട് ഇടയായിത്തീരും. ഇല്ലെങ്കിൽ നീ ചുറ്റി നിൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ട് നിൻ്റെ ആശ്രയം ആരിൽ ആശ്രയിക്കണമെന്ന് അറിയാതെ വണ്ണം കലങ്ങുന്ന ഒരു വ്യക്തിയായി മാറിയിടും. അതുകൊണ്ട് പറയട്ടെ, ദൈവത്തിലുള്ള ഒരു ആശ്രയം. എൻ്റെ വിഷയം അതാണ്, ദൈവത്തിലുള്ള ആശ്രയം. വ്യക്തിപരമായി മനുഷ്യനിലല്ല, ദൈവത്തിൽ തന്നെ ആശ്രയിച്ച് മുൻപോട്ട് പോകുക. അപ്പോൾ ഏത് പ്രതിസന്ധികളും കടന്നു വരുമ്പോഴും ആ പ്രതിസന്ധിയുടെ മധ്യത്തിൽ പിടിച്ചു നിൽക്കുവാൻ, തകർന്നു പോകാതെ, ലജ്ജിച്ചു പോകാതെ, വീണു പോകാതെ പിടിച്ചു നിൽക്കുവാനുള്ള ശക്തി ദൈവം നിങ്ങൾക്ക് നൽകി തരും. ഇസ്രായേൽ മക്കൾക്ക് സംഭവിച്ചത്, ആ പ്രതിസന്ധിയിൽ അവർ പറയുകയാണ്, ഞങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കി തരിക. ദൈവം എത്രത്തോളം വേദനിച്ചു കാണും ആ വാക്കിൻ്റെ മുൻപിൽ. ഇതാണ് നിൻ്റെ ദൈവം എന്ന് പറയുമ്പോൾ ഇത്രയും നാൾ വഴി നടത്തിയ ദൈവം എവിടെ പോയി? അതിൻ്റെ കാരണം ദൈവത്തിലുള്ള ആശ്രയമില്ലാതെ, ദൈവവുമായി വ്യക്തിപരമായ ബന്ധമില്ലാതെ സ്തോത്രം ജീവിച്ചതുകൊണ്ട് യഥാർത്ഥമായ ദൈവസ്നേഹത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ ആശ്രയത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ ആ ദൈവവുമായുള്ള ബന്ധം കാത്ത് സൂക്ഷിപ്പാൻ കഴിയാതെ വണ്ണം ഇസ്രായേൽ ജനം ഭാരപ്പെട്ടു. അവർ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി അതിനെ ആരാധിക്കുവാനായിട്ട് തുടങ്ങി. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തിലുള്ള ആശ്രയം കൂട്ടി ഉറപ്പിച്ച് മുൻപോട്ട് പോകുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ ചെയ്യട്ടെ. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ തിരുവചനങ്ങൾക്കായ സ്തോത്രം. ഇസ്രായേൽ മക്കൾക്ക് സംഭവിച്ചതുപോലെ ഒരിക്കലും ഈ വചനം കേൾക്കുന്നവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ല. ദൈവത്തിലുള്ള ആശ്രയം നിരന്തരമായി അവരുടെ ജീവിതത്തിൽ ഉണ്ടായി വരട്ടെ. ദൈവവുമായുള്ള ഒരു അഭേദ്യമായ ബന്ധം യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഈ തിരുവചനം കേട്ട എല്ലാ എൻ്റെ മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കണം. ഓരോ ദിവസവും ദൈവത്തിലുള്ള ആശ്രയത്തിൽ വളരുവാൻ കർത്താവ് കൃപ ചെയ്യും, അനുഗ്രഹിക്കും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.
ദൈവത്തിലുള്ള ആശ്രയത്തിൽ ഓരോ ദിവസവും വളരുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.